ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ താമരയെക്കുറിച്ചുള്ള വീഡിയോ അല്ല, ഇന്ന് വേറൊരു ചെടി, ഫിഷ് ബോൺ കാക്ടസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അത് കാക്ടസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇലകൾ ഇങ്ങനെ മീനിൻ്റെ മുള്ളിനെ പോലെ ഇതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ നീളത്തിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ നമ്മളിത് സ്ലോ ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ്. പുതിയ തൈകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഭാഗം നമ്മൾ വേരുകൾ എന്ന ഭാഗങ്ങളുണ്ട് ഇതിൽ തന്നെ. ആ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പുതിയ തൈ ഉണ്ടാക്കാം. ഇത് ഒരു സ്ലോ ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ കാലക്രമേണ നല്ല വലിയ തൈകളായിട്ട് വരികയുള്ളൂ. ഇത് പിന്നീട് അത് വളർന്നു കഴിഞ്ഞാൽ ഇത്തിരിയും വ്യാപിച്ച് വളരുന്ന ഒരു ചെടിയാണ്. അത് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണാം. ഇത് വലിയൊരു മരത്തിലേക്ക് വളർന്ന് വർഷങ്ങളായിട്ട് പടർന്നു കിടക്കുന്ന ഒരു വീഡിയോ ആണ്, പടമാണ് ഈ കാണുന്നത്. പിന്നെ ഇതിനകത്ത് പൂക്കളും ഉണ്ടാവും. പൂക്കളുണ്ടാവുന്നത് നമ്മുടെ നിശാഗന്ധിയുടെ പൂവിൻ്റെ ഷേപ്പിലുള്ളതാണ്. അതിന് പക്ഷേ നിശാഗന്ധിയുടെ ഒറ്റ കളറാണെങ്കിൽ ഇത് പല കളറുകളിൽ കാണപ്പെടുന്ന, അതിൻ്റെ ഫോട്ടോയും ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ കാക്ടസ് ഇനത്തിൽപ്പെടുന്ന വേറൊരു ചെടിയും നിങ്ങളെ കാണിക്കാം. ഈ ചെടിയും ഇത് നമ്മുടെ ഒരു ഇലയുടെ ഭംഗിക്ക് നല്ലതായിട്ട് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. കാക്ടസ് ഇനത്തിൽപ്പെട്ടാണ്. പിന്നീട് ഇത് ഒരു കാക്ടസ് ഇനത്തിൽപ്പെട്ട ചെടിയാണ്. ഇതൊക്കെ ഈ കാക്ടസ് ഇനത്തിൽപ്പെട്ട എല്ലാ ചെടികളും പതുക്കെ വളരുള്ളൂ, സ്ലോ ആയിട്ട് വളരുന്ന ചെടികളാണ്. ഇപ്പം ഞാൻ കാണിച്ച ചെടി തന്നെ വേറെ ഒരു ടൈപ്പിൽ, അത് തന്നെ ആ ചെടി തന്നെയാണ്. അധികം വെള്ളം കിട്ടാതെ വന്നപ്പം ഇങ്ങനെ പൂ പോലെ വളർന്ന് നിൽക്കുന്ന, അതും ഭംഗിയുള്ള ഒരെണ്ണമാണ്. അതുപോലെ തന്നെ ഇതും കാക്ടസ് ഇനത്തിൽപ്പെട്ടതാണ്. അത് നമ്മൾ പുസ്തകത്തിലൊക്കെ പണ്ട് വെച്ച് പേര് പിടിപ്പിച്ച ടൈപ്പാണ്. അത് ആ ചെടിയല്ല, പക്ഷെ അതുപോലുള്ള വേറെ ഒരു ഇനം ചെടിയാണ്. ഇതും ഇലകളുടെ ഭംഗിയൊക്കെ വീട്ടിൽ നടാവുന്ന, കുറേ നാൾ നിൽക്കുന്ന ഒരു ചെടിയാണ്.